മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വംശീയതയുടെ വിഷം വമിപ്പിക്കുന്ന വിദ്വേഷ കേന്ദ്രങ്ങളിൽ നിന്ന് എന്നും പുറത്തു വരുന്നത് ഭീതിയുടെയും ഭീകരതയുടെയും കഥകളാണ്. ആ ജില്ലയെ ഒരു പ്രത്യേക ഭൂപടമാക്കി മുദ്രകുത്തി രാഷ്ട്രീയ വിളവെടുപ്പ് നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ വായിക്കാതെ പോകുന്ന ചില മനുഷ്യ പച്ചകളുണ്ട് ആ നാട്ടിൽ. സംഘപരിവാർ സഹയാത്രികനായ കൊല്ലം തുളസിക്ക് മലപ്പുറത്തിന്റെ മണ്ണിനെ കുറിച്ചും കളങ്കമില്ലാതെ സംസാരിക്കാൻ അവസരമുണ്ടായത് കാലത്തിന്റെ കാവ്യനീതിയായിട്ടുകൂടി വേണം കരുതാൻ. മലപ്പുറത്തെ കുറിച്ചും അവിടെയുള്ള ആളുകളെ കുറിച്ചും കേട്ടാൽ വെറുപ്പും ഭയവും ഉളവാക്കുന്ന കഥകൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ പാളയത്തിൽ നിന്നൊരാൾ മലപ്പുറത്ത് നിന്നും ലഭിച്ച മനോഹരമായ അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത് സംഘപരിവാർ കേന്ദ്രങ്ങളെ തളർത്തിക്കളഞ്ഞിട്ടുണ്ടാകണം. ശ്രീ തുളസിക്ക് മലപ്പുറത്ത് നിന്ന് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് ആ നാടിന്റെ തനിമയിൽ അലിഞ്ഞു ചേർന്ന മനുഷ്യത്വത്തിന്റെ മനോഹരമായ ആവിഷ്കാരമായിരുന്നു. തിരുനാവായിലെ ജനനിബിഡമായ കുംഭമേള കഴിഞ്ഞ് രാത്രി 10:30 തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ സത്യം തൊട്ടറിഞ്ഞത്. 1.5 മണിക്കൂറോളം നീണ്ട കനത്ത ബ്ലോക്കിൽ കുരുങ്ങിയിട്ടും അർദ്ധരാത്രിയായിട്ടും ഷംസുദ്ദീൻ എന്ന ഓട്ടോ ഡ്രൈവർ കാണിച്ച ആത്മശുദ്ധി ഏതൊരു വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും മുനയൊടിക്കുന്നതായി. തന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അർദ്ധരാത്രിയിലെ സാഹചര്യം മുതലെടുത്ത് അമിത കൂലി വാങ്ങാൻ ഷംസുദ്ദീൻ തയ്യാറായില്ല. ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും നൽകേണ്ടി വരുമെന്ന് കരുതിയ സ്ഥാനത്ത് മീറ്ററിൽ തെളിഞ്ഞ വെറും 250 രൂപ മാത്രം വാങ്ങി ബാക്കി തുക ചിരിച്ചുകൊണ്ട് നിരസിച്ച ആ സാധാരണക്കാരൻ തോൽപ്പിച്ചത് വർഷങ്ങളായി മലപ്പുറത്തെ കുറിച്ച് കെട്ടിപ്പൊക്കിയ സകല വംശീയ നുണക്കോട്ടകളെയുമാണ്. അന്യന്റെ വിയർപ്പിൽ കണ്ണുവെക്കാത്ത, അർഹതയില്ലാത്തത് കൈവശപ്പെടുത്താത്ത ആ നാടിന്റെ ആത്മഗുണം ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെയോ വിഭാഗത്തിന്റെയോ അല്ല, മറിച്ച് ആ മണ്ണിൽ വേരൂന്നിയ മാനവികതയുടേതാണ്. വെള്ളാപ്പള്ളിമാരും വംശീയവാദികളും മലപ്പുറത്തെ വിഭജനത്തിന്റെ മണ്ണായി ചിത്രീകരിക്കുമ്പോൾ ഷംസുദ്ദീൻ തന്റെ ഓട്ടോറിക്ഷയിൽ ആ നാടിന്റെ മുഴുവൻ സ്നേഹവും സത്യസന്ധതയും കയറ്റി യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ മനുഷ്യത്വം എന്നത് ഒരു പ്രകടനമല്ല, അവരുടെ ജീവിതചര്യയാണ്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ സ്നേഹത്തിന്റെയും നീതിയുടെയും മീറ്റർ കൊണ്ട് തോൽപ്പിക്കുന്ന മണ്ണാണ് മലപ്പുറം എന്ന് കൊല്ലം തുളസിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നെങ്കിൽ അവിടെ തോൽക്കുന്നത് സംഘപരിവാരത്തിന്റെ വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയമാണ്. മലപ്പുറത്തെ അറിയണമെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ടാൽ പോരാ, ഷംസുദ്ദീന്മാരുടെ കൂടെ യാത്ര ചെയ്യുക കൂടി വേണമെന്ന് ഈ സംഭവം രാജ്യത്തോട് വിളിച്ചു പറയുന്നു.